ഹലോ. വളരെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുക, അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. ഇതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു, പക്ഷെ ഒന്നും നടന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്ന് കാണാൻ സാധിച്ചു കേട്ടോ. ഞങ്ങളുടെ തട്ടകത്തമ്മയായ പരിയാനംപറ്റ അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ സ്റ്റുഡിയോ. നാദവൈഖരി എന്നാണ് ഈ സ്റ്റുഡിയോയുടെ പേര്. ഇത് വൈഷ്ണവാണ്. വൈഷ്ണവിൻ്റെ വീട്ടിലാണ് ഈ സ്റ്റുഡിയോ. വൈഷ്ണവ് ഒരു വയലിനിസ്റ്റാണ്. ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈഷ്ണവ്. അതുപോലെ വൈഷ്ണവിൻ്റെ അച്ഛൻ ബാബുവേട്ടൻ മൃദംഗിസ്റ്റാണ്. അദ്ദേഹം മൃദംഗത്തിൽ ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയും ഞാനും കൂടെ അവരുടെ വീട്ടിൽ പോയി. അവിടെയാണ് ഈ സ്റ്റുഡിയോ. അപ്പോൾ സ്റ്റുഡിയോ ഒക്കെ കണ്ടു. ചേച്ചി വൈഷ്ണവിൻ്റെ അടുത്ത് വയലിൻ പഠിക്കുന്നുണ്ട്, അതായത് ഓൺലൈനായിട്ട്. ചേച്ചി ബാംഗ്ലൂരാണ്, അപ്പോൾ അവന് ഓൺലൈൻ ക്ലാസ്സാണ് അവർ എടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ വൈഷ്ണവിനെ ഒന്ന് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അവിടെ പോയി വൈഷ്ണവിനെയും ബാബുവിനെയൊക്കെ കണ്ടു, സംസാരിച്ചു, സ്റ്റുഡിയോ ഒക്കെ കണ്ടു. അങ്ങനെ കുറച്ച് സമയം അവരുടെ കൂടെ. ഇതാണ് ബാബുവേട്ടൻ. ബാബു പരിയാനംപറ്റ എന്നാണ് ഒഫീഷ്യൽ നെയിം. ചേച്ചി വൈഷ്ണവിൻ്റെ വയലിനൊക്കെ എടുത്ത് നോക്കുക. ചേച്ചിക്ക് ആ ബ്ലൂ വയലിൻ വളരെയധികം ഇഷ്ടമാണ്. അതിൽ വൈഷ്ണവ് വായിക്കുന്ന കേൾക്കാൻ ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ വൈഷ്ണവിൻ്റെ വയലിൻ സ്റ്റുഡൻസ് ആണ് കേട്ടോ. അവർ ക്ലാസ്സിന് വന്നിരിക്കുകയായിരുന്നു. ഇവർക്ക് ഒരു മ്യൂസിക് ടീമുണ്ട്. നാദവൈഖരി എന്ന് തന്നെയാണ് ആ ടീമിൻ്റെ പേര്. അതുപോലെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ പേരും നാദവൈഖരി എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ അവർ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിൻ്റെയൊക്കെ വീഡിയോ ആ യൂട്യൂബ് ചാനലിലും ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിടാം. താല്പര്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. അത്രയും നല്ല പ്രോഗ്രാമാണ്.
എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും ബാബുട്ടൻ ഞങ്ങൾക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ച് അവരോട് കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു സായാഹ്നമായിരുന്നു ഞങ്ങൾക്കത്. ഒരു നല്ല സംഗീത കുടുംബത്തെ കാണാനും പരിചയപ്പെടാനും പിന്നെ അവർ വയലിനും മൃദംഗമൊക്കെ ലൈവായിട്ട് വായിക്കുന്നത് കേൾക്കാനും ഒക്കെ സാധിച്ചു. സ്റ്റുഡിയോ കാണാൻ സാധിച്ചു. അങ്ങനെ എല്ലാറ്റിനും പറയാനും പറ്റും അമ്മയോട് മനസ്സിൽ നന്ദി പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.